അപ്പോൾ നമ്മൾ കുറച്ച് ചാമ്പയ്ക്ക നേരത്തെ പറിച്ചായിരുന്നു, അതിൽ നിന്ന് ബാക്കിയുള്ളതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തിട്ട് ബാക്കി ഇത്രയും അയൽവക്കത്തെ കുറച്ച് കൊടുത്തതിന് ശേഷം ബാക്കി കുറച്ച് മിച്ചം വന്നിട്ടുണ്ട്. ആ മിച്ചം വന്നതിന് എന്ത് ചെയ്യും, നമുക്ക് ഉപ്പിലിട്ട് നോക്കാം. ഇത് ഉപ്പിലിട്ട് എത്രത്തോളം ഭംഗിയാവുമെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഈ ചാമ്പയ്ക്ക അതെല്ലാം അതിൽ നിന്ന് വിളവെടുത്തപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമം തോന്നി. പക്ഷേ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറയുന്നത് അതിൽ തന്നെ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത്. എല്ലാം ഞാൻ അതിൽ നിന്ന് വിളവെടുത്തിട്ടില്ല, കാരണം പ്രകൃതിക്കൂടെ കുറച്ച് കൊടുക്കണമല്ലോ. കിളികളൊക്കെ ഡെയിലി അത് പ്രതീക്ഷിച്ച് വരുന്ന ഞാൻ കാണാറുണ്ട്. കുറേ കുരുവികളൊക്കെ ഡെയിലി രാവിലെ വന്ന് 2-3 ഒക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഏകദേശം 10-20 ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന പപ്പായ 2 പഴുത്തമുണ്ടായിരുന്നു. 1 കിളിക്ക് കൊത്താൻ കൊടുത്തു, ഇതെനിക്ക് കൊത്താനായിട്ട് ഞാൻ എടുത്തു. അപ്പോൾ നമുക്ക് പകുതി മൊത്തം നമ്മൾ മേടിച്ച് വീട്ടിൽ വെച്ച് നമ്മൾ കഴിക്കത്തൊന്നുമില്ല, അതുങ്ങളും കഴിച്ചിട്ട് പോട്ടെ. ഒന്നാമത് ഭയങ്കര വേനൽക്കാലമാണ് കേട്ടോ, കിളികൾക്ക് വെള്ളമൊന്നും കിട്ടാനില്ല, അതുപോലെ തന്നെ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പം അതുങ്ങളും വന്ന് കഴിക്കട്ടെ. കാരണം പ്രതീക്ഷയോടെ എന്നും വന്ന് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഇവിടെ ഭയങ്കര ബഹളമാണ് കിളികളുടെ, ഈ ചാമ്പയുടെ അത് കേട്ടിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് നമ്മളടുത്ത് ചെന്നാൽ പോലും പേടിയില്ല ഇതിനൊന്നും, കാരണം അത്രയ്ക്ക് പരിചയമായി. ഇവിടെ മുറ്റത്തൊക്കെ വന്നിരിക്കും, ഇതൊക്കെ കുറേയൊക്കെ താഴെ വീഴുന്നതും അതുങ്ങൾ അതിൽ നിന്നൊക്കെ കൊത്തിയെടുത്തോണ്ടൊക്കെ പോകും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പപ്പായ മരത്തിലും കിളികളൊക്കെ വരുന്നത്. ഇപ്പോൾ രാവിലെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഈ പപ്പായ. ഈ നമ്മുടെ ചാമ്പയ്ക്ക ആയതിന് ശേഷം എന്നും ഡെയിലി വരുന്നുണ്ട്. 6 മണിയാകുമ്പോൾ എല്ലാവരും എത്തും. 1 മണിക്കൂർ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. അങ്ങനെ നല്ല പഴുത്ത് വിളഞ്ഞ ആപ്പിൾ ചാമ്പയാണ് ഞങ്ങൾ ഉപ്പിലിടാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ നാടൻ ചാമ്പയ്ക്കൊക്കെ ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ട്. ആപ്പിൾ ചാമ്പ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉപ്പിലിട്ട് കഴിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു കാലം കൂടി ഉപയോഗിക്കാം. സാധാരണ ഉപ്പിലിടുന്നത് പോലെ കല്ലുപ്പും പച്ചമുളകും വെള്ളത്തിലിട്ട് ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം ചെറു ചൂടോടുകൂടിയാണ് ഈ ചാമ്പയ്ക്കയിലോട്ട് ഒഴിക്കുന്നത്. അധികം വന്ന ചാമ്പയ്ക്കയെ ഞങ്ങൾ മറ്റൊരു മൺകലത്തിലാക്കി വെച്ചു കേട്ടോ. കാരണം ഇതിൽ നിൽക്കാതെ വന്നപ്പോൾ നമുക്ക് വേറെ ഭരണിയൊന്നുമില്ല. അതുകൊണ്ടൊരു മൺകലം എടുത്തിട്ട് ബാക്കിയുള്ള ചാമ്പ മുഴുക്കെ ഈ മൺകലത്തിലോട്ടാക്കി. ഇനി ഈ ചാമ്പക്കയിൽ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാകാൻ എന്തായാലും ഒരു 5 ദിവസം വേണ്ടി വരുമായിരിക്കും. ഈ ചാമ്പ വെച്ച് നട്ടുപിടിപ്പിച്ച ആൾക്കാർ ഞങ്ങളോടത്ത് പറഞ്ഞതായിട്ടോ, ഒരുപാട് പേർക്ക് 2-3 വർഷം നന്നായിട്ട് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് പുഴുവൊക്കെ വന്ന് ഇത് കേടായി തുടങ്ങുമെന്നാണ്. സത്യത്തിൽ അത് കേട്ടപ്പോൾ ഒരു വിഷമമുണ്ട്. ഞങ്ങളുടെ ചാമ്പയും അതുപോലെ ആകുമോ എന്നുള്ളൊരു ഭയമുണ്ട് കേട്ടോ. പുഴു വരാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ. അതുപോലെ തന്നെ ഞാൻ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ അധികം ഇത് കഴിക്കാൻ പാടില്ലെന്ന് പലരും പറഞ്ഞു കേട്ടോ. അത് സത്യമാണ്. ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, വൃക്കരോഗമുള്ളവരൊന്നും ഇത് കഴിക്കാനേ പാടില്ല, സ്റ്റോണിൻ്റെ അസുഖം വരുമെന്നാണ്. എന്തെങ്കിലും അസുഖത്തിന് നമ്മൾ സ്ഥിരമായി ടാബ്ലറ്റ് കഴിക്കുന്നവരും ഈ ഫ്രൂട്ട് കഴിക്കാൻ പാടില്ല. അധികമായാൽ അമൃതും വിഷമാണല്ലോ, അതുകൊണ്ട് സ്ഥിരമായി ഇത് കഴിക്കാൻ പാടില്ല. വല്ലപ്പോഴും ഒരെണ്ണം കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. എനിക്കിത് കിട്ടിയിട്ട് വർഷങ്ങളായി. എൻ്റെ കുഞ്ഞിലെയാണ് ഞാൻ ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ കണ്ടപ്പോൾ എനിക്കത് കളയാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് വൈനിട്ട് വെച്ചിരിക്കുന്നത്. ഇത് വൈനിട്ട് കഴിഞ്ഞാൽ 25 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇനി ഇത് പാകമാകുന്നത്. അപ്പോൾ ഇനി വൈൻ പാകമാകുന്നത് വരെ കാത്തിരിക്കുക.